ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1807 ദിവസമായ ഇന്ന് 2026 ഏപ്രിൽ മാസം 26 ഞായറാഴ്ച. 1201 ആണ്ട് മേടമാസം 13 നാരായണ ഗുരുകുലം അധ്യക്ഷൻ പത്മശ്രീ മുനിനാരായണ പ്രസാദ് സ്വാമികൾക്ക് ഹൃദയാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഗുരുവചനങ്ങളിൽ സമൂഹ ജീവിതത്തിൽ ശുദ്ധീകരണവും മാറ്റവും വേണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവിൽ എന്ന പുസ്തകത്തിൽ ദക്ഷിണ ഭാരതത്തിലെ 3 ഗുരുക്കന്മാർ എന്ന് വിവരിക്കുന്നതിൻ്റെ 16ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ശങ്കരാചാര്യർ അവതരിപ്പിക്കുന്ന നിഷ്പക്ഷമായ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ അനുസിദ്ധാന്തമെന്ന വണ്ണമുള്ള ഒന്നാണ് മായാവാദം. അദ്വയമായ പരമാത്മസത്യം ധ്യാനാവഗമ്യമാകുന്നതിന് വിഘാതമായി നിൽക്കുന്ന ഘടകങ്ങളുടെ ആകത്തുകയായിരിക്കുന്നത് 2 മുഖമുള്ള ഒരു തത്വമാണ് മായ. നിരുപാധികവും നിരതിശയവുമായ അറിവ് ത്രിഗുണങ്ങളുടെ സാന്നിധ്യത്താലോ മറ്റു കാരണങ്ങളാലോ മലിനമായി തീരുന്നു. അത് കൈവരുത്തുന്നത് മായയാണ്. മായ ഒരേ സമയം നല്ലതും ചീത്തയുമാണ്, സത്തും അസത്തുമാണ്. അത് അനിർവചനീയ രൂപമാണ്. പരമമായ സാമാന്യ സ്വഭാവമുള്ള മിഥ്യാജ്ഞാനം തന്നെയാണ് മായ. നിഷേധാത്മക സ്വഭാവമുള്ള ഈ മായയുടെ നിരാകരണമാണ് അദ്വൈത ദർശനത്തിൻ്റെ വിജയത്തിലേക്കുള്ള രാജപാത. അദ്വയമായ ആത്മദർശനത്തിലേക്കുള്ള പ്രയാണത്തിൽ അനിവാര്യമായി വരുന്ന ചവിട്ടുപടികളിൽ ആദ്യത്തേതാണ് മായ, അഥവാ അപ്രമേയതയുടെ അഗാധതയിലേക്ക് ഉറച്ചു നിന്നുകൊണ്ട് കുതിച്ചുമറിയാനുള്ള കുതിപ്പലകയാണ് മായ. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.